എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി 13-ാം തീയതി ശുക്രൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് മാറുകയാണ്. ശുക്രന് ശനി മിത്രരാശിയാണ്. ഒരു ഗ്രഹം മിത്രരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആഹ്ലാദകരവും ശുഭകരവുമായ ഫലങ്ങളാണ് ആ ഗ്രഹം ജാതകത്തിൽ ബലവാന്മാരായിട്ടുള്ളവർക്കും ശുഭസ്ഥാനത്തുള്ളവർക്കും നൽകുന്നത്. ശുക്രൻ എന്നു പറയുന്നത് തീഷ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും കാമനകളുടെയും സുഖഭോഗത്തിൻ്റെയും കലകളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമായാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിമാറ്റം ജ്യോതിഷ വിദ്യാർത്ഥികളും വിശ്വാസികളും സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നതും. ശുക്രൻ്റെ ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ഭാഗ്യയോഗവും മറ്റു ചില രാശിക്കാർക്ക് അശുഭകരമായ ഫലങ്ങളുമാണ് നൽകുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ഭാഗ്യയോഗ ഗുണപ്രദമായ ഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ഏതൊക്കെയാണെന്നും നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായി മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഭാഗ്യയോഗം വരുന്നതായി കാണുന്നത്. അവരുടെ 10-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ശുഭകാരകനായി പ്രവേശിക്കുന്നത്. ഈ രാശിക്കാർക്ക് കുറച്ചു നാളായി 7.5 ശനിയുടെ ചില അലട്ടലുകൾ ഉള്ളതാണ്. അവരിലേക്ക് ഒരു പ്രതീക്ഷയെന്ന വണ്ണം കർമ്മസ്ഥാനത്തേക്കാണ് ശുക്രൻ ജനുവരി 13 മുതൽ ഫെബ്രുവരി 5-ാം തീയതി വരെ ഉദിച്ചു നിൽക്കുന്നത്. ഭാര്യാസ്ഥാനത്തിന് ഉയർച്ച, പ്രമോഷൻ, ഭാര്യാസ്വത്ത് വീതം വെച്ച് കിട്ടൽ, ജീവിത പങ്കാളിക്ക് ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച, ജീവിത പങ്കാളി വഴി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ദ്രുതഗതിയിലുള്ള ഫലങ്ങളാണ്. കൂടാതെ മിഥുനൻ രാശിയിലെ വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനമായ ധനുരാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി പതിപ്പിച്ചിട്ടുമുണ്ട്. ഭാഗ്യനാഥൻ്റെ പൂർണ്ണ അനുഗ്രഹമാണിത് സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ കാലയളവിൽ പല ഭാഗ്യാനുഭവങ്ങളും മേടൻ രാശി നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് അനുഭവഭേദ്യമാവുന്നതായിരിക്കും. സൗഭാഗ്യയോഗവും ധനഭാഗ്യയോഗവും ചാരവശാൽ വന്നു ചേരുന്ന സമയമാണിത്. ജാതകത്തിൽ വ്യാഴത്തിനും ശുക്രനും ബലമുണ്ടെങ്കിൽ ഈ യോഗങ്ങൾ പൂർണ്ണ തോതിൽ അനുഭവിക്കുവാൻ യോഗമുണ്ടാവുകയും ചെയ്യും. ഭാര്യാസുഖവും പിണക്കങ്ങൾ മറന്ന് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്ന കാലം കൂടിയാണിത്. അടുത്തതായി നമുക്ക് ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഭാഗ്യയോഗമുണ്ടാകുന്ന അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി ഇടവൻ രാശിയാണ്. ഇടവൻ രാശി നക്ഷത്രങ്ങളായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ് സൗന്ദര്യം, സ്നേഹം, ആഡംബരം, കല, സംഗീതം, വാഹനം, സമ്പത്ത് എന്നിവയുടെ കാരകനായ ശുക്രൻ പ്രവേശിക്കുന്നത്. കൂടാതെ ശനി ലാഭസ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ധനസ്ഥാനത്ത് വ്യാഴവും തുടരുന്നു. 2026-ന്റെ തുടക്കം തന്നെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളോടെ നല്ല തുടക്കമാണ് ചാരവശാൽ വരുന്നത്. വ്യാഴത്തിനും ശനിക്കും ശുക്രനും ജാതകത്തിൽ ബലവും ശുഭസ്ഥാനങ്ങളും ഉള്ളവർക്ക് രാജയോഗപ്രദമായ ഗുണാനുഭവങ്ങളുടെ കാലമാണിത്. ഇഷ്ടവിവാഹം നടക്കും. ഇഷ്ടവാഹനയോഗവും പ്രണയസാഫല്യവും പുതിയ ആഡംബര വീടുകൾ വാങ്ങിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാവും. സമയത്തിൻ്റെ എല്ലാ ആനുകൂല്യവും കിട്ടുന്ന സമയമാണിത്. ഷെയർ മാർക്കറ്റിൽ നിന്നും അപ്രതീക്ഷിത ലാഭം ഉണ്ടാവും. വ്യാപാരം വികസിപ്പിക്കുവാനും ബിസിനസ്സുകളിൽ അഭിവൃദ്ധിയും ഉണ്ടാവുന്ന സമയമാണിത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അനുഭവിച്ചിരുന്ന തൊഴിൽ സംഘർഷങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവുകയും കടങ്ങൾ തിരികെ ലഭിക്കുകയും സ്ത്രീകൾ മുഖേന ബഹുമുഖ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. സുഹൃത്തുക്കളായ സ്ത്രീകൾ സാമ്പത്തികമായും മാനസികമായും സഹായങ്ങളും ഉപദേശങ്ങളും തരുന്ന കാലം കൂടിയാണിത്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായ നാളുകൾ ഉല്ലാസയാത്രകൾ നടത്തുകയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും കുടുംബത്തിൽ ആഹ്ലാദകരമായ സന്ദർഭങ്ങളും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും. രാഷ്ട്രീയക്കാരായ ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ കാലമാണ്. ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് എത്തിച്ചേരും. എല്ലാവരാലും സമ്മതനാവുകയും നല്ല പ്രാസംഗിക വൈഭവം പുറത്തെടുക്കുക കൂടി ചെയ്യുന്ന സമയമാണിത്. വാക്കുകളിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്നുണ്ട്. വ്യാഴവും ശുക്രനും ശുഭസ്ഥാനത്ത് അല്ലാത്തവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീ പാർവതി അല്ലെങ്കിൽ ദുർഗാക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അടുത്തതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് വലിയ ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്ന രാശിക്കാരാണ് കർക്കിടകൻ രാശി. അതിലെ നക്ഷത്രങ്ങളായ പുണർദം, പൂയം,
ആയില്യം എന്നീ നാളുകാർക്ക് അവരുടെ രോഗശത്രുസ്ഥാനത്ത് നിന്നും കളത്രസ്ഥാനമായ 7-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഉദിക്കുന്നത്. ഇത് ദാമ്പത്യ ദൃഢതയും ദാമ്പത്യ സുഖവും കുടുംബത്തിലുണ്ടായിട്ടുള്ള അന്തഃഛിദ്രങ്ങളിൽ നിന്നും വിടുതലും സാമ്പത്തികമായ കഷ്ടതകളിൽ നിന്നും താൽക്കാലിക മോചനവും നൽകുന്നു. കൂടാതെ ഇവരുടെ 7-ാം ഭാവത്തിൽ രവിയും കുജനും ബുധനും ശുക്രനും ചേർന്ന് സംഗമിക്കുന്ന കാലം കൂടിയാണിത്. ഗുണാനുഭവങ്ങളുടെ ഒരു സംഗമമാണിത്. പിതൃസ്വത്ത് കയ്യിൽ വരികയും പിതൃസ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗം വരികയും ചെയ്യുന്ന കാലം. വ്യാപാര പങ്കാളികളിൽ നിന്നും സഹകരണവും നല്ല സപ്പോർട്ടും കിട്ടുന്ന സമയം കൂടിയാണിത്. ജാതകത്തിൽ ശുക്രന് ബലമില്ലാത്തവരും ശുക്രൻ ശുഭഗ്രഹമല്ലാത്തവരും അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണിത്. സ്ത്രീകൾ വഴിയും കാമുകിമാർ വഴിയും സാമ്പത്തിക നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അടുത്തതായി കന്നിരാശി നക്ഷത്രങ്ങളായ ഉത്രം, അത്തം, ചിത്ര എന്നീ നാളുകാർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. കന്നിരാശിക്കാരുടെ 5-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. ഇത് സന്താനങ്ങൾക്ക് ഉയർച്ചയുടെ കാലമായിട്ട് വരും. കലാ കായിക ഇനങ്ങളിൽ വിജയവും തിളക്കമാർന്ന ബുദ്ധി പാടവവും ഈ നക്ഷത്രക്കാർ കാണിക്കുന്ന സമയമാണിത്. കൂടാതെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കും. അത് സാമ്പത്തികമാവാം, തൊഴിൽപരമാവാം. ഭാഗ്യനാഥനായ ശുക്രനാണ് ശുഭസ്ഥാനത്തേക്ക് വരുന്നത്. ഇത് വിദ്യാഭ്യാസം, സർഗാത്മകത, പ്രണയം എന്നിവയിലൂടെ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. ഓഹരി കച്ചവടക്കാർക്കും ബ്രോക്കർമാർക്കും ധനരാജയോഗം ഈ സമയത്ത് ഉണ്ടാകും. ചൂതാട്ടങ്ങളിലൂടെ വൻ ലാഭം ഉണ്ടാകുന്ന സമയമാണിത്. ശുക്രന് ജാതകത്തിലെ ഫലാഫലങ്ങളെ അനുസരിച്ചായിരിക്കും ഓരോ വ്യക്തികൾക്കും ഈ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുക. ഇനി ധനുരാശി നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കും ശുക്രന്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണദായകമാണ്. ശത്രുദോഷം കുറയുന്ന സമയമാണിത്. വളരെ നാളുകളായി ശത്രുപീഡ അനുഭവിക്കുന്നവരാണ് ധനുരാശിക്കാർ. അതിൽ നിന്നും താൽക്കാലികമായെങ്കിലും മുക്തി ഉണ്ടാകുന്ന സമയമാണിത്. ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസമുണ്ടാവും. ജീവിത പങ്കാളിയെക്കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങളും അതുവഴി കുടുംബത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷവും ഉണ്ടാവും. മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണിത്. സർവേശ്വരകാരകനായ വ്യാഴം 7-ാം ഭാവത്തിൽ തുടരുന്നുണ്ട്. ഇത് സർവ്വ ഐശ്വര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായ ഉന്നതിയും സാമൂഹികമായ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. മീനം രാശി നക്ഷത്രങ്ങളായ പോരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കും ശുക്രന്റെ ഈ രാശിമാറ്റം ലാഭകരമായ അവസ്ഥ നൽകുന്നുണ്ട്. മീനൻ രാശി നക്ഷത്രങ്ങൾ ജന്മശനി കൊണ്ട് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നേരിടുന്ന സമയമാണിപ്പോൾ. ഈ സമയത്ത് ഒരിളം കാറ്റ് വീശിയാലുള്ള അനുഭവം എന്തോ അതുപോലെയെങ്കിലും ശുക്രന്റെ രാശിമാറ്റം അനുഗ്രഹമാകും. ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും. അനാരോഗ്യകരമായ അന്തരീക്ഷത്തിൽ നിന്നും നേരിയ അയവുണ്ടാകും. ജീവിത പങ്കാളി വഴി സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും. സഹോദരസ്ഥാനീയർ സഹായകരമായ നിലപാട് സ്വീകരിക്കും. ശുക്രൻ യോഗകാരകനായിട്ട് വരുന്ന ജാതകക്കാർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം ശുഭകരവും പ്രതീക്ഷയേകുന്നതുമാണ്. കാരണം മകരൻ രാശിയിൽ ശുക്രൻ വളരെ പ്രസന്നവാനും അനുഗ്രഹദായകനുമാണ്. ശുക്രന്റെ ഈ രാശിമാറ്റം സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.